ഹലോ ഡിയർ സ്റ്റുഡൻസ്, സ്നേഹപൂർവ്വം ഞാൻ ധനേഷ്. നമ്മൾ ഇന്ന് നോക്കുന്നത് +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയുള്ള ബയോളജി ക്ലാസ് ആണ്. അതിലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയുടെ തൊട്ടടിയിലുള്ള ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡയഗ്രാം ഗിവൺ ബിലോ ഈസ് എ സിമ്പിൾ എപ്പിത്തീലിയം. എ, നെയിം ദ പാർട്ട് മാർക്ക്ഡ് ആസ് പി ഇൻ ദ ഫിഗർ. ബി, റൈറ്റ് വൺ ഫങ്ഷൻ ഓഫ് എ സിമ്പിൾ എപ്പിത്തീലിയം. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ടിഷ്യൂസിനെ കുറിച്ചാണ്. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ കോൾഡ് ടിഷ്യൂ. ഇപ്പോൾ എക്സാമ്പിൾ ബോൺ ടിഷ്യൂ. ബോൺ സെൽസ് ഓസ്റ്റിയോസൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് സിമിലർ സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു സ്ട്രക്ചറാണ് ബോൺ. അതിൻ്റെ ഫങ്ഷൻ ഒരു സ്പെസിഫിക് ഫങ്ഷൻ ആണ്. ഓക്കെ, അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. മസിൽ ടിഷ്യൂ മറ്റൊരു ടിഷ്യൂ ആണ്. അപ്പോൾ ആനിമൽ ടിഷ്യൂസ് ആർ ബേസിക്കലി 4 ടൈപ്സ്. ആനിമൽ ടിഷ്യൂസ് ബേസിക്കലി 4 ടൈപ്പാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ചാണ് നോക്കുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് ചോദിച്ചാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആവരണ കല എന്നാണ് മലയാളത്തിൽ പറയുക. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ കവർ ചെയ്ത് കാണുന്ന ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അല്ലെങ്കിൽ ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസിലൊക്കെ ലൈനിങ് ആയിട്ടും കാണും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. നമ്മുടെ സ്കിന്ന് നമ്മുടെ ബോഡിയെ കവർ ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ എപ്പിത്തീലിയൽ ലൈനിങ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിൽ എപ്പിത്തീലിയൽ ലൈനിങ് ഉണ്ട്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ കവർ ആൻഡ് ലൈൻ ബോഡി പാർട്സ്. അപ്പോൾ ലൈനിങ് ആൻഡ് കവറിങ് ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. സിമ്പിൾ എപ്പിത്തീലിയം എന്നും കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്, സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഒരു സെല്ലിൻ്റെ തിക്നെസ്സിൽ മാത്രമുള്ള ലെയറിനെയാണ് പറയുക സിമ്പിൾ എപ്പിത്തീലിയം. സിമ്പിൾ എപ്പിത്തീലിയം മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്. സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയതുകൊണ്ട് അത് വളരെ തിന്നായിരിക്കും. അപ്പം നമ്മുടെ ശരീരത്തിൽ വളരെ തിന്നായിട്ട് ലൈനിങ് വേണ്ട സ്ഥലങ്ങളിലൊക്കെ സിമ്പിൾ എപ്പിത്തീലിയമാണ് ലൈൻ ചെയ്തിരിക്കുന്നത്. അത് ഡക്റ്റുകൾക്കുള്ളിലും ബോഡി ക്യാവിറ്റിയുടെ ഉള്ളിലും ഒക്കെ ലൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയം ലൈൻ ഇന്റേണൽ ട്യൂബുലാർ ഓർഗൻസ്, ഡക്ട്സ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കാണുന്നു. സിമ്പിൾ എപ്പിത്തീലിയം അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ്: സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കൊളുംനാർ എപ്പിത്തീലിയം. രണ്ടാമത്തത് കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 ലെയർ ഓഫ് സെൽസ്. ഒന്നിൽ കൂടുതൽ സെൽ ലെയേഴ്സ് ഉള്ള എപ്പിത്തീലിയമാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ സ്കിന്ന്. നമ്മുടെ സ്കിന്നിന് മൾട്ടി ലെയേർഡ് ആണ്. ഏറ്റവും പുറമെ എപ്പിഡെർമിസ് ഉണ്ട്, അതിനകത്ത് അടിയിൽ ഡേർമിസ് തന്നെ കുറേ ലെയർ ഉണ്ട്. അങ്ങനെ മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള എപ്പിത്തീലിയമാണ് നമ്മുടെ സ്കിൻ. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പിന്നെ പഠിക്കാം. സിമ്പിൾ എപ്പിത്തീലിയം 3 ടൈപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം, ലൊക്കേഷൻ പഠിക്കണം, ഫങ്ഷൻ പഠിക്കണം. അപ്പോൾ നമുക്ക് 3 സിമ്പിൾ എപ്പിത്തീലിയത്തെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം നമ്മൾ മുറ്റത്ത് ഇന്റർലോക്ക് പതിച്ച് കണ്ടിട്ടില്ലേ, അതുപോലുള്ള എപ്പിത്തീലിയമാണ്. ഒറ്റ ലെയറേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ
കട്ട് എഡ്ജ് ഫ്ലാറ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഇൻ്റർലോക്കിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ ഫ്ലാറ്റ് അല്ലേ, പരന്നിട്ടല്ലേ. പക്ഷേ ചില ഇൻ്റർലോക്കിൻ്റെ മുകൾ ഭാഗം പല ഷേപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ മുകളിൽ പല ഷേപ്പാണ്, പക്ഷെ കട്ട് എഡ്ജ് ഫ്ലാറ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയും സിമ്പിൾ എപ്പിത്തീലിയത്തിൽ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് ഫ്ലാറ്റ് സെൽ വിത്ത് ഇറഗുലർ ബൗണ്ടറി. അതിൻ്റെ കട്ട് എഡ്ജ് ഫ്ലാറ്റ് ആണ്, പക്ഷെ അതിൻ്റെ മുകൾ ഭാഗം ഇറഗുലർ ഷേപ്പാണ്, ഇറഗുലർ ബൗണ്ടറി ഉള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സെല്ലാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പം നമുക്ക് ലൊക്കേഷനാണ് അടുത്ത് പഠിക്കാനുള്ളത്. ഈ സ്ക്വാമസ് എപ്പിത്തീലിയം നമ്മുടെ ശരീരത്തിൽ എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദി ഇന്നർ ലൈനിങ് ഓഫ് ആൽവിയോളസ് ഓഫ് ലങ് ആൻഡ് ബ്ലഡ് വെസൽ. നമ്മുടെ ലങ്സിലുള്ള ആൽവിയോളസിനുള്ളിലും ബ്ലഡ് വെസൽസിനുള്ളിലും ലൈൻ ചെയ്ത് കാണുന്നു. ഇനി ഇതിൻ്റെ ഫങ്ഷൻ ഇറ്റ് ആക്ട് ആസ് എ ഡിഫ്യൂഷൻ ബൗണ്ടറി. ഇതൊരു ഡിഫ്യൂഷൻ നടക്കുന്ന ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ട് എഡ്ജ് ക്യൂബ് ലൈക്ക് സെല്ലാണ്. ഇത് ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ ഇത് ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. നമ്മൾ ലുഡോ കളിക്കുമ്പോൾ ഡൈസ് കണ്ടിട്ടില്ലേ, അതുപോലുള്ള ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ഇതിൻ്റെ ന്യൂക്ലിയസ് സെൻട്രലാണ്. ഓക്കെ, ഇതിനും അതേപോലെ തന്നെ സെൻട്രലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ് ആണ്. ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ്. ഇനി ലൊക്കേഷൻ എവിടെ കാണുന്നു? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദി ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ. നമ്മുടെ കിഡ്നിയിലുള്ള നെഫ്രോണിന് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്ന PCT എന്ന് പറയുന്ന ഭാഗമുണ്ട്, പിന്നെ ഹെൻലീസ് ലൂപ്പ് ഉണ്ട്, പിന്നെ DCT ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്ന അവസാന ഭാഗമുണ്ട്. അതിൽ ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിനെയാണ് നമ്മൾ ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ എന്ന് പറയുന്നത്. ആ ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ ലൈൻ ചെയ്തിരിക്കുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. അപ്പോൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്ന ഒരു സ്ഥലമാണ് ഇന്നർ ലൈനിങ് ഓഫ് ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോൺ എന്ന് വെച്ചാൽ PCT ആൻഡ് DCT ഓഫ് നെഫ്രോൺ. ഇനി സ്മോൾ ഡക്ട്സ് ഓഫ് ഗ്ലാൻസ്, ചെറിയ ഡക്റ്റുകൾക്കുള്ളിൽ, ഗ്ലാൻഡുകളുടെ ചെറിയ ഡക്റ്റുകൾക്കുള്ളിൽ. ഓക്കെ, വലിയ ഡക്റ്റുകൾക്കുള്ളിൽ കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. ചെറിയ ഡക്റ്റുകൾക്കുള്ളിൽ, ഗ്ലാൻഡുകളുടെ ചെറിയ ഡക്റ്റുകൾക്കുള്ളിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ സലൈവറി ഗ്ലാൻഡിൻ്റെ സലൈവറി ഡക്റ്റ് അതിനകത്ത് ഒക്കെ ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ ആണ്. ഇനി മൂന്നാമത്തത് കൊളുംനാർ എപ്പിത്തീലിയം. കൊളുംനാർ എപ്പിത്തീലിയം സ്ട്രക്ചർ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് ടോൾ സെൽ. നല്ല ഉയരമുള്ള ടോൾ സ്ലെൻഡർ സെൽസ് ആണ്. ന്യൂക്ലിയസ് ലൊക്കേറ്റഡ് അറ്റ് ബേസ്. ഇതിൻ്റെ ന്യൂക്ലിയസ് ഒന്നുകിൽ ഈ ബേസിലായിരിക്കും അല്ലെങ്കിൽ ഈ ബേസിൽ, അങ്ങനെ ബേസൽ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ലൊക്കേറ്റഡ് അറ്റ് ബേസ്, ഏതെങ്കിലും ഒരു ഭാഗത്താണ് ഉണ്ടാവുക. ഇതിൻ്റെ ലൊക്കേഷൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദി ഇന്നർ ലൈനിങ് ഓഫ് ഇൻഡസ്റ്റൈൻ ആൻഡ് സ്റ്റൊമക്ക്. നമ്മുടെ ഇൻഡസ്റ്റൈനിലും സ്റ്റൊമക്കിലുമാണ് ഇത് കാണുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. സിമ്പിൾ എപ്പിത്തീലിയത്തിന് രണ്ട് മോഡിഫിക്കേഷൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്താണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഇഫ് ക്യൂബോയിഡൽ ഓർ കൊളുംനാർ സെൽസ് ബെയർസ് സീലിയ ഓൺ ദെയർ ഫ്രീ സർഫസ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ മുകളിലോ കൊളുംനാർ എപ്പിത്തീലിയത്തിൻ്റെ സർഫസിലോ സീലിയ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്: സ്ട്രക്ചർ, ലൊക്കേഷൻ, ഫങ്ഷൻ. അപ്പോൾ ഇത് കൊളുംനാർ എപ്പിത്തീലിയമാണ്. ആ കൊളുംനാർ എപ്പിത്തീലിയത്തിൻ്റെ സർഫസിൽ സീലിയ കാണുന്നു. ഇതാണ് സീലിയ. സീലിയ എന്ന് പറയുന്ന ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിന് നമ്മൾ സീലിയേറ്റഡ് കൊളുംനാർ എപ്പിത്തീലിയം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ if cuboidal or columnar cells bears cilia on their free surface then it is called ciliated epithelium. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്നർ ലൈനിങ് ഓഫ് റെസ്പിറേറ്ററി പാസേജ്, ബ്രോങ്കസ്, ബ്രോങ്കിയോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ. പിന്നെ ഫാലോപ്പിയൻ ട്യൂബ് ഓർ ഓവി ഡക്റ്റ്, ഓവി ഡക്റ്റിനകത്ത്.
ഓവത്തിന് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ഓവറിയിൽ ഫോം ചെയ്യുന്ന ഓവം യൂട്രസിലേക്ക് മൂവ് ചെയ്യുന്നത് ഈ ഫാലോപ്യൻ ട്യൂബിന്റെ ഇന്നർ ലൈനിങ്ങിലുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിന്റെ സീലിയറി ആക്ഷൻ കാരണമാണ് ഓവം മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് ഇൻ സ്പെസിഫിക് ഡയറക്ഷൻ ഓവർ ദ എപ്പിത്തീലിയം. ഇപ്പം നമ്മൾ പൊടിയൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാർട്ടിക്കിൾസ് ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ തുമ്മുന്ന സമയത്ത് ഈ നമ്മുടെ റെസ്പിറേറ്ററി പാസേജിലുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിന്റെ മാസ് ആക്ഷനാണ് ഈ പൊടിപടലങ്ങളെ പുറത്തേക്ക് തന്നെ കളയാൻ സഹായിക്കുന്നത്. ഓക്കെ, അടുത്തത് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയമാണ്. ഇഫ് എപ്പിത്തീലിയം മോഡിഫൈഡ് ടു ഫോം ഗ്ലാൻസ് then it is called glandular epithelium. ഒരു എപ്പിത്തീലിയം മോഡിഫൈ ചെയ്തിട്ട് ഗ്ലാൻഡ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയും. ഗ്ലാൻഡുകൾ നമുക്കറിയാം പ്രധാനമായിട്ട് രണ്ട് തരമാണ്. ബേസ്ഡ് ഓൺ പോറിംഗ് ഓഫ് സെക്രീഷൻ, എങ്ങോട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്ലാൻസ് രണ്ട് ടൈപ്പാണ്. എക്സോക്രൈൻ ഗ്ലാൻസും എൻഡോക്രൈൻ ഗ്ലാൻസും. എക്സോ എന്ന് പറഞ്ഞാൽ ടു ഔട്ട്സൈഡ് എന്നാണ്, എൻഡോ എന്ന് പറഞ്ഞാൽ ടു ഇൻസൈഡ്. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ദ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ് ദെയർ സെക്രീഷൻ ടു ഔട്ട്സൈഡ് എ മെംബ്രെയിൻ ഓർ ഇൻടു എൻ ഓപ്പൺ ക്യാവിറ്റി ഈസ് കോൾഡ് എക്സോക്രൈൻ ഗ്ലാൻഡ്. അപ്പം നമ്മുടെ സ്കിന്നിലുള്ള സ്വെറ്റ് ഗ്ലാൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡാണ്. സ്വെറ്റ് സ്കിന്നിന് പുറത്തേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ലിവർ എക്സോക്രൈൻ ആണ്. കാരണം അതൊരു ഓപ്പൺ ക്യാവിറ്റിയിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓപ്പൺ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ മൗത്ത് എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴി എക്സ്റ്റേണൽ കോണ്ടാക്ട് ഉള്ള ഒരു ട്യൂബാണ് നമ്മുടെ അലിമെന്ററി കനാൽ. അപ്പോൾ അലിമെന്ററി കനാലിലേക്കാണ് ലിവർ അതിൻ്റെ ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ ക്യാവിറ്റിയിലേക്ക് എന്ത് സെക്രീറ്റ് ചെയ്താലും അതൊക്കെ എക്സോക്രൈൻ സെക്രീഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡസ്റ്റൈനൽ ഗ്ലാൻഡുകളൊക്കെ എക്സോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സോക്രൈൻ ഗ്ലാൻഡ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. യൂണിസെല്ലുലാർ ഗ്ലാൻഡും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡും ഉണ്ട്. യൂണിസെല്ലുലാർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇഫ് എ സിംഗിൾ സെൽ ആക്ട് ആസ് എ ഗ്ലാൻഡ് then it is called unicellular gland. ഒരു സെല്ല് എന്തെങ്കിലും സെക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ യൂണിസെല്ലുലാർ ഗ്ലാൻഡ് എന്ന് പറയും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗോബ്ലറ്റ് സെൽസ് ഓഫ് ഇൻഡസ്റ്റൈൻ. നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ഗോബ്ലറ്റ് സെല്ലുകൾ. ഗോബ്ലറ്റ് എന്ന് പറഞ്ഞാൽ വൈൻ ഗ്ലാസിനെയാണ് പറയുക ഗോബ്ലറ്റ്. അപ്പോൾ ഈ വൈൻ ഗ്ലാസ് പോലെ ഷേപ്പുള്ള സെല്ലാണ് ഇത്. ആക്ച്വലി കൊളുംനാർ സെല്ലാണ് ഇൻഡസ്റ്റൈനിലുള്ള. ആ കൊളുംനാർ സെല്ലിന്റെ മുകൾ ഭാഗം ബ്രോഡാണ്, താഴെ നാരോ ആണ്, വൈൻ ഗ്ലാസിന്റെ ഷേപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സെല്ലിന് പേരിട്ടു ഗോബ്ലറ്റ് സെൽ. ഈ ഗോബ്ലറ്റ് സെല്ലിന്റെ ഇവിടെ സെക്രീറ്ററി പാർട്ട് ഉണ്ട്. അവിടുന്ന് അത് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. അത് ഫുഡിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഗോബ്ലറ്റ് സെൽസ് ഒരു യൂണിസെല്ലുലാർ ഗ്ലാൻഡ് ആണ്. ഇനി മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എ ക്ലസ്റ്റർ ഓഫ് സെൽസ് സെക്രീറ്റ് ദെയർ സെക്രീഷൻ. ഒരു കൂട്ടം സെല്ലുകൾ ഒന്നിച്ചാണ് ഒരു ഗ്ലാൻഡിന്റെ സെക്രീഷൻ സെക്രീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് എന്ന് പറയും. എക്സാമ്പിൾ സലൈവറി ഗ്ലാൻഡ്, മാമറി ഗ്ലാൻഡ്, അതൊക്കെ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് ആണ്. ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ്. എൻഡോ എന്ന് പറഞ്ഞാൽ ടു ഇൻസൈഡ് എന്നാണ്. ദ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ് ദെയർ സെക്രീഷൻ ഡയറക്ട്ലി ഇൻ ടു ബ്ലഡ് ഓർ ലിംഫ് ഈസ് കോൾഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഒരു ഗ്ലാൻഡ് അതിന്റെ സെക്രീഷൻ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്കോ ലിംഫിലേക്കോ അങ്ങനെയുള്ള ക്ലോസ്ഡ് സിസ്റ്റത്തിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയും. എൻഡോക്രൈൻ സെക്രീഷൻസ് ആർ കോൾഡ് ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്. ഡക്റ്റുകൾ ആവശ്യമില്ല. കാരണം ഈ ബ്ലഡ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടിംഗ് മീഡിയത്തിലേക്കാണ് ഈ എൻഡോക്രൈൻ സെക്രീഷൻസ് ആയ ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ബ്ലഡാണ് കണ്ടക്റ്റിംഗ് മീഡിയം. അപ്പോൾ അവിടെ ഒരു ഡക്റ്റിൻ്റെ ആവശ്യമില്ല. സോ ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണിത്. അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡയഗ്രാം ഗിവൺ ബിലോ ഈ സിമ്പിൾ എപ്പിത്തീലിയം. ആ സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ ഒരു ഇതുപോലുള്ള ഒരു ചിത്രമാണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഇത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയതുകൊണ്ട് സിമ്പിൾ എപ്പിത്തീലിയമാണ്. പിന്നെ എല്ലാ എപ്പിത്തീലിയംസും റെസ്റ്റ് ചെയ്യുന്നത് ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയുന്ന മെംബ്രെയിന്റെ മുകളിലായിരിക്കും. അപ്പോൾ എപ്പിത്തീലിയത്തിന്റെ അടിയിലുള്ള ഈ ഭാഗം പി എന്ന് ലാബിൽ ചെയ്തിരിക്കുന്ന ഭാഗം ബേസ്മെന്റ് മെംബ്രെയിൻ ആണ്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ലാബൽഡ് പാർട്ട് പി ഏത് ഭാഗമാണെന്നാണ്. അപ്പോൾ അത് ബേസ്മെന്റ് മെംബ്രെയിൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ആൻസർ എ ബേസ്മെന്റ് മെംബ്രെയിൻ ആണ്. ബി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സിമ്പിൾ എപ്പിത്തീലിയം എന്നാണ്. സിമ്പിൾ എപ്പിത്തീലിയം വളരെ
തിന്നായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ബോഡിയിൽ ലൈൻ ചെയ്ത് കാണും. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയം ഫങ്ഷൻ ആസ് ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസ്, ഡക്ട്സ് ആൻഡ് ട്യൂബ്സ്. Next question. Complete the given branching diagram based on connective tissue. രണ്ടാമത്തെ ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ കണക്റ്റ് വേരിയസ് പാർട്സ് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. അത് ഒരു ടിഷ്യൂവിനെ മറ്റൊരു ടിഷ്യൂമായിട്ട് കണക്ട് ചെയ്യുന്നു. കണക്റ്റീവ് ടിഷ്യൂ ആണ് മോസ്റ്റ് അബൻഡന്റ് അനിമൽ ടിഷ്യൂ. നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. Connective tissue classified into 3 types: loose, dense, specialized. If cells and fibers are loosely packed in semi-fluid ground substance, then it is called loose connective tissue. Loose connective tissue ന് 2 എക്സാമ്പിൾസ് ആണ്. ഒന്ന് ആരിയോളാർ ടിഷ്യൂ, രണ്ടാമത്തത് അഡിപ്പോസ് ടിഷ്യൂ. ആരിയോളാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂസും കാണുന്നത് ബെനീത്ത് ദ സ്കിൻ ആണ്, നമ്മുടെ സ്കിന്നിന് അടിയിലായിട്ട് കാണുന്ന ടിഷ്യൂസ് ആണ്. ഇനി ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലുകളും കൊളാജൻ ഫൈബേഴ്സും ഒക്കെ ഒരു പർട്ടിക്കുലർ ഓറിയന്റേഷനിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളതിനെ പറയും ഡെൻസ് റെഗുലർ. അതിന് എക്സാമ്പിൾ ആണ് ടെൻഡൻ ആൻഡ് ലിഗമെന്റ്. ടെൻഡൻ കണക്ട് സ്കെലിറ്റൽ മസിൽ ടു ബോൺ. സ്കെലിറ്റൽ മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻ. രണ്ടാമത്തെ ലിഗമെന്റ്. ഇറ്റ് കണക്ട് ബോൺ ടു ബോൺ ഇൻ ജോയിന്റ്. നമ്മുടെ ജോയിന്റുകളിൽ ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ് ആണ്. ഇനി സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ 3 ടൈപ്പാണ്: കാർട്ടിലേജ്, ബോൺ ആൻഡ് ബ്ലഡ്. കാർട്ടിലേജ് നിർമ്മിച്ചിരിക്കുന്ന സെല്ലുകളെ കോൺഡ്രോസൈറ്റ് എന്ന് പറയും. കോൺഡ്രോസൈറ്റ്. കാർട്ടിലേജ് സെൽസ് ആർ കോൾഡ് കോൺഡ്രോസൈറ്റ്. ബോൺ സെൽസിനെ ഓസ്റ്റിയോസൈറ്റ് എന്ന് വിളിക്കും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, ബി അഡിപ്പോസ് ടിഷ്യൂ, സി ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ, ഡി കാർട്ടിലേജ്. അടുത്ത ക്വസ്റ്റ്യൻ. The figures of 2 types of tissues are given below. Identify A and B. രണ്ടാമത്തെ, write any difference between A and B. ആദ്യത്തെ ചിത്രം സ്മൂത്ത് മസിലിൻ്റെ ചിത്രമാണ്, രണ്ടാമത്തത് കാർഡിയാക് മസിലിൻ്റെ ചിത്രമാണ്. Based on location, muscles are 3 types: skeletal muscle, visceral muscle, cardiac muscle. ഒന്നാമത്തത് സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിലിൻ്റെ സ്ട്രക്ചർ സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. നമ്മൾ സ്കെലിറ്റൽ മസിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിൻ്റെ ഓരോ മസിൽ സെല്ലുകളും സിലിണ്ട്രിക്കൽ ഷേപ്പാണ്, കുഴല് പോലെയാണ്. ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു സെല്ലാണ്, ഇത് ഒരു സെല്ലാണ്. അങ്ങനെ 3 സെല്ലുകളാണ് ഇത്. ഈ 3 സെല്ലുകളിൽ ഒരു സെല്ലിൽ തന്നെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണാം. അതിന് നമ്മൾ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ മൾട്ടി ന്യൂക്ലിയേറ്റഡ് മസിൽ സെല്ലാണ് സ്കെലിറ്റൽ മസിൽ. കൂടാതെ അതിന് സ്ട്രയേഷൻസ് കാണുന്നുണ്ട്. സ്ട്രൈപ്സ്, ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡുകൾ കാണുന്നുണ്ട്, വരകൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് സ്ട്രയേറ്റഡ് മസിലാണ്. ഇപ്പൊ സ്കെലിറ്റൽ മസില് സ്ട്രയേറ്റഡ് മസിലാണ്, അതുപോലെ തന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് മസിലാണ്. അത് വോളണ്ടറി ആണ്, അണ്ടർ അവർ കൺട്രോൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യിക്കാൻ പറ്റും. സ്കെലിറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ മസിൽ വിച്ച് അറ്റാച്ച് ടു ബോൺ ഈസ് കോൾഡ് സ്കെലിറ്റൽ മസിൽ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ബോണ്, കാലിലുള്ള ബോണൊക്കെ സ്കെലിറ്റൽ മസിൽസ് ആണ്. അത് വോളണ്ടറി ആണ്, അണ്ടർ അവർ കൺട്രോൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ. ഇനി രണ്ടാമത്തത് വിസറൽ മസിൽ. വിസറ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിലൊക്കെ കാണുന്ന മസിൽ ആയതുകൊണ്ടാണ് ഇതിനെ വിസറൽ മസിൽ എന്ന് പേരിട്ടിരിക്കുന്നത്. വിസറൽ മസിൽ ഓൾസോ കോൾഡ് സ്മൂത്ത് മസിൽ, കൂടാതെ ഫ്യൂസിഫോം മസിൽ എന്നും വിളിക്കാറുണ്ട്. ഫ്യൂസിഫോം മസിൽ. ഫ്യൂസിഫോം എന്ന് പേരിടാൻ കാരണം ഈ മസിൽ സെല്ല്, ഇത് 3 മസിൽ സെല്ലുകളാണ്. ഇതിന്റെ എൻഡ് പോയിന്റഡ് ആണ്. ബോത്ത് എൻഡ്സ് ആർ പോയിന്റഡ് ഓർ ടേപ്പേർഡ്. അതിനെ പറയുന്ന പേരാണ് ഫ്യൂസിഫോം.
ഫ്യൂസിഫോം റൂട്ട് നമുക്ക് കേട്ടിട്ടില്ലേ, റാഡിഷ് ഫ്യൂസിഫോം റൂട്ടാണ്. അപ്പോൾ അതേപോലെ ഫ്യൂസിഫോം മസിലാണ്, രണ്ടറ്റവും കൂർത്തിരിക്കുന്ന മസിലായതുകൊണ്ട് ഫ്യൂസിഫോം മസിൽ എന്നും പറയും. അപ്പോൾ വിസറൽ മസിലിന്റെ പ്രത്യേകത ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസേ ഉള്ളൂ, അതുകൊണ്ട് യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. പിന്നെ ഇത് ഇൻവോളണ്ടറി ആണ്, വിത്തൗട്ട് അവർ കൺട്രോൾ ആണ്. ഓക്കെ, ഇനി കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ മസിൽ പ്രസന്റ് ഓൺലി ഓൺ ഹാർട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മസിലിന്റെ പ്രത്യേകത സിലിണ്ടറിക്കൽ ആണ്. സിലിണ്ടറിക്കൽ മസിലാണ്, ബട്ട് ബ്രാഞ്ചഡ് ആണ്. ഒരു മസിൽ സെല്ലിന്റെ മുകളിൽ നിന്ന് തന്നെ മറ്റൊരു മസിൽ സെല്ല് എറേസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ബ്രാഞ്ചഡ് മസിലാണ്. പിന്നെ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഡിസ്ക് കാണുന്നുണ്ട്. അതായത് ഒരു കാർഡിയാക് സെല്ലും മറ്റൊരു കാർഡിയാക് സെല്ലും ചേരുന്ന പ്ലാസ്മ മെംബ്രെയിനുകൾ ചേരുന്ന ഭാഗത്ത് ഒരു ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്ന ഡിസ്ക് കാണുന്നുണ്ട്. അത് ഒരു കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ ആണ്. ഹാർട്ട് വളരെ പെട്ടെന്ന് തന്നെ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് സഹായിക്കാൻ ഇമ്പൾസുകൾ ഈ ഒരു കാർഡിയാക് മസിൽ സെല്ലിൽ നിന്ന് അടുത്തയിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് കണ്ടക്ട് ചെയ്യപ്പെടണം. അതിന് സഹായിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷനാണ് ഇന്റർകലേറ്റ് ഡിസ്ക്. ഇന്റർകലേറ്റ് ഡിസ്ക് ആക്ട് ആസ് എ കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ. ഇറ്റ് ഹെൽപ്സ് ടു കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ആസ് എ സിംഗിൾ യൂണിറ്റ്. അങ്ങനെയുള്ള കാർഡിയാക് സെല്ലും സ്ട്രൈറ്റഡ് ആണ്. ഒരു ഇന്റർകലേറ്റ് ഡിസ്കിനും മറ്റൊരു ഇന്റർകലേറ്റ് ഡിസ്കിന്റെയും ഇടയ്ക്ക് വരുന്ന ഭാഗമാണ് ഒരു കാർഡിയാക് സെല്ല്. ഒരു കാർഡിയാക് സെല്ലിൽ ഒരു ന്യൂക്ലിയസ് ആണ്. അപ്പോൾ കാർഡിയാക് മസിലും യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. കാർഡിയാക് മസിലും യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, ഓരോ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. കൂടാതെ അതിൽ സ്ട്രയേഷൻസ് കാണുന്നുണ്ട്, അതുകൊണ്ട് കാർഡിയാക് മസിലും സ്ട്രയേറ്റഡ് ആണ്. അപ്പോൾ കാർഡിയാക് മസിൽ സ്ട്രയേറ്റഡുമാണ്, ഇൻവോളണ്ടറിയുമാണ്, വിത്തൗട്ട് അവർ കൺട്രോൾ ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അറേഞ്ച് ദ കോളംസ് എ, ബി ആൻഡ് സി ഇൻ ദ ടേബിൾ ബിലോ ആൻഡ് മാച്ച് ദം പ്രോപ്പർലി. ഇതിൻ്റെ ആൻസർ അടുത്ത് കൊടുത്തിരിക്കുന്നു. വീഡിയോ ലെങ്ത് കൂടുന്നത് കാരണം വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗത്ത് നമുക്ക് കോക്രോച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ ക്വസ്റ്റ്യൻസും പരിചയപ്പെടാം.